ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഞാൻ വെറുതെ വിളിച്ചതല്ല കേട്ടോ, കാരണം എനിക്കറിയാം ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത നിങ്ങൾ നീറ്റ് 2027 ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജിൽ വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ ഇട്ട് MBBS പഠിക്കാൻ വേണ്ടി ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുന്നവരായിരിക്കും. സോ ദിസ് വീഡിയോ ഈസ് ഫോർ യു ഗൈസ്. സോ ഹായ് എവരി വൺ, ഞാൻ അനുപ്രിയ. കറൻലി ഞാൻ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ഇനി വരുന്ന 270 ദിവസങ്ങളിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം ഡേ വൈസ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഗൈസ് ടു എക്സിക്യൂട്ട് ദിസ് റോഡ് മാപ്പ് ആൻഡ് ടു അച്ചീവ് യുവർ ഡ്രീം ഗവൺമെൻറ് MBBS സീറ്റ്. അപ്പോൾ നീറ്റ് 2026 അടുത്ത മാസം വരെയായി. ഒരു വർഷം കൂടി റിപ്പീറ്റിന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷം കുറേ ഉഴപ്പി പാഴായി പോയി എന്ന് വിചാരിച്ച് റിഗ്രറ്റ് അടിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് കടക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ +1 ഞാൻ കുറേ ഉഴപ്പിപ്പോയല്ലോ, ഇനി +2ൻ്റെ സ്റ്റഡീസിൻ്റെ കൂടെ ഒരു വർഷം കൊണ്ട് എനിക്ക് നീറ്റ് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുക. സോ 2027 നീറ്റിലേക്കുള്ള ഒരു കംപ്ലീറ്റ് 1 ഇയർ സ്ട്രാറ്റജീനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ഒരു റോഡ് മാപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ ഒരു ഒറ്റ വർഷമേ ഉള്ളൂ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് നല്ല റാങ്ക് മേടിക്കാനുള്ളൊരു വർഷം. ഈ ഒരു സമയത്ത് നമുക്ക് റിഗ്രറ്റിന് സമയമില്ല. സോ അതങ്ങോട്ട് ഒഴിവാക്കി വെക്കാം. സോ നമ്മുടെ മുന്നിലുള്ള ഈ ഒരു വർഷത്തിന് രണ്ടാക്കി തിരിക്കാം. ആദ്യത്തെ 8 to 9 മന്ത്സ്, പിന്നെയുള്ള 3 to 4 മന്ത്സ്. ഫസ്റ്റ് 8-9 മന്ത്സ് എന്ന് പറയുന്നത് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ്. പിന്നെ ലാസ്റ്റിലേക്കുള്ള 3 to 4 മന്ത്സ് എന്ന് പറയുന്നത് റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാത്തിലുപരി നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, നമുക്കൊരു ടാർഗറ്റ് സ്കോർ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇപ്പം എനിക്ക് ഈ വരുന്ന നീറ്റ് 2027 680+ മാർക്ക് വേണം, അല്ലെങ്കിൽ 650+ മാർക്ക് വേണം, ഇത്രയും ഉള്ള റാങ്ക് വേണം. നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിരിക്കണം ആദ്യം തന്നെ. ഇനിയുള്ള പ്ലാൻ എന്തായിരിക്കണം, ആ ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കണം, അല്ലേ? സോ ഡെയിലി ഒരു 10 to 12 അവേഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾ നിങ്ങളോട് തന്നെ ഹോണസ്റ്റ് ആയിട്ട് ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു റാങ്ക് മേടിച്ചെടുക്കണം എന്ന് നിങ്ങൾ ഇപ്പം തന്നെ വിചാരിക്കുക. ഡെയിലി ഒരു 10 to 12 അവേഴ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. നെക്സ്റ്റ് 1 ഇയർ ഇതായിരിക്കണം നമ്മുടെ സൈക്കിൾ. അപ്പോൾ ആദ്യത്തെ 8 to 9 മന്ത്സ് പോർഷൻ കംപ്ലീഷൻ ആണെന്ന് പറഞ്ഞല്ലോ. സോ ഡെയിലി കോച്ചിങ് സെൻറ്ററിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുക, നോട്ട് അപ്പം തന്നെ എഴുതി വെക്കുക, ഹൈലൈറ്റ് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ആഫ്റ്റർ ദ ക്ലാസ് അത് നോട്ടൊക്കെ ഒന്ന് വായിക്കുക, ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകളൊക്കെ ഒന്ന് വേഗം വായിച്ചു നോക്കുക. എന്നിട്ട് അപ്പം തന്നെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതൊന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. നോക്കാണ്ട് തന്നെ ചെയ്യാൻ കിട്ടുന്നത് നോക്കുക. എന്നിട്ട് അതിനകത്തുള്ള ഇക്വേഷൻസ് ഫോർമുലാസും കാര്യങ്ങളൊക്കെ വേറൊരു ബുക്കിലേക്ക് ഫോർമുല ബുക്കാക്കി വെക്കുക. അതേപോലെ തന്നെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുത്ത് വെക്കാം, നിങ്ങളെ മിസ്റ്റേക്കിൽ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിലൊക്കെ എഴുതി വെക്കാം, ഈ ബുക്കിലേക്ക് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ അറിയുമ്പോൾ അത് ഭയങ്കര മടിയായിരുന്നു. ആദ്യം ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ മടിയായതിനു ശേഷം പിന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും, കിട്ടാത്തതാണെന്ന് പറഞ്ഞിട്ട് വേറെ കളറൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കായിരുന്നു. എന്നിട്ട് ഡൗട്ട് ഉള്ളത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, അത് വെറുതെ ഇങ്ങനെ ലാസ്റ്റിലേക്ക് വെക്കരുത്, ഡൗട്ട് ഉള്ളത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ മാത്രം ചെയ്തിട്ട് അവിടെ നിൽക്കണ്ട, വേറെ ഏതെങ്കിലും ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് നോക്കുക. അത് വെച്ചിട്ട് കുറേ ബുക്കുകളിരുന്ന് ചെയ്യണം എന്നല്ല, കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വേറെ ഇത്ര പോകുന്ന കട്ടിയുള്ള ബുക്കൊക്കെ ഇരുന്നിട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പേടി തോന്നാം, സ്വാഭാവികമാണ്. പക്ഷേ അത് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. സ്റ്റഡി മെറ്റീരിയൽ പ്ലസ് ഏതെങ്കിലും ഒരു നല്ലൊരു ബുക്കും കൂടി ചെയ്ത് നോക്കുക, അത്ര തന്നെ ഇനഫാണ്. ഇവിടെ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ പഠിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അത്ര തന്നെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോയി, അത് കഴിയുമ്പോൾ തൊട്ടുപോലെ ഞാൻ എന്താ പഠിച്ചത്, അങ്ങനെ നമ്മൾക്കൊരു ചിന്ത വരില്ലേ? അപ്പോൾ അത് ജസ്റ്റ് ലൈക്ക് ബിൽഡിങ് എ ഹൗസ് ഓൺ എ ക്വിക്ക് സാൻഡ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ വല്ല കാര്യം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നീറ്റ് മെമോ ആപ്പിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്. കാരണം 2025 നീറ്റിൽ 96% ക്വസ്റ്റ്യൻസും നീറ്റ് മെമോ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. NCERT ലൈൻ ബൈ ലൈൻ ഇവർ ക്വസ്റ്റ്യൻസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് NCERT ലൈൻ ബൈ ലൈൻ 100% നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ എന്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും അതൊരു 7 തവണ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് നിങ്ങളെ സഹായിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പോയിന്റ് എത്തിക്കഴിഞ്ഞത് മറന്നു പോകും, എക്സാക്ട് ആ ഒരു സമയത്ത് ആപ്പ് റിവിഷനും കാര്യങ്ങളും കൊണ്ടുവരും. ബട്ട് ദ റിയൽ ഗെയിം ചേഞ്ചർ ഈസ് ദർ മിഷൻ ബൂട്ട് ക്യാമ്പ് ഫോർ നീറ്റ് 2027. അതായത് നെക്സ്റ്റ് 207 ദിവസത്തേക്കുള്ള കംപ്ലീറ്റ് സ്ട്രാറ്റജി നമുക്ക് ആപ്പ് പ്രൊവൈഡ് ചെയ്യും. ആപ്പ് തുറക്കുമ്പോൾ തന്നെ മേലെ ഡേ 1, 2, 3 അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഡേ 1 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം, അവിടെ തന്നെ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. സോ അന്നേക്ക് നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ നമുക്ക് ആപ്പ് പ്രൊവൈഡ് ചെയ്യും, അത് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ടെസ്റ്റിംഗ്, റിവിഷൻ, റീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നമുക്ക് വേറെ ഓരോ റിസോഴ്സസും കാര്യങ്ങളും അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസും ഒന്നും തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് ആപ്പിൽ തന്നെ ഉണ്ടായിരിക്കും. കൂടെ തന്നെ PYQ മാർക്കുടെ NCERTയും കിട്ടും. അതായത്
ആപ്പിൽ തന്നെ നമുക്ക് ഓരോ ഹൈലൈറ്റഡ് NCERT ലൈൻസ് കാണാൻ പറ്റും. ഇതൊക്കെ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ നീറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. സോ ദാറ്റ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചെന്നുള്ളതും കൂടി അവിടെ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും, ഓക്കെ നീറ്റ് 2027 ഒരു വർഷം കൂടെ നീണ്ടു കിടക്കുകയാണല്ലോ, മെല്ലെ മെല്ലെ തുടങ്ങിയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. നീറ്റ് 2027 നല്ലൊരു ഗവൺമെൻറ് സീറ്റ് ആഗ്രഹിച്ച് പഠിക്കാനിരിക്കുന്ന കുട്ടികളൊക്കെ നേരത്തെ തന്നെ അവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എത്രത്തോളം ഡിലേ ആവുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഡ്രീം സീറ്റുമായിട്ട് അകന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. സോ നീറ്റ് മെമോ ആപ്പ് ഒന്ന് തുറക്കുക, അതിലൊരു 15 ബയോളജി ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കുക. ഡേ 1 ബൂട്ട് ക്യാമ്പിന്റെ ഡേ 1 ടാസ്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സ്റ്റോറിൽ പോയിട്ട് പ്ലാൻ ഒന്ന് ചെക്ക് ചെയ്യുക. 2 പ്ലാൻസ് ആണുള്ളത്, 620+ഉം 680+ഉം. നമ്മുടെ നീറ്റ് ടാർഗറ്റ് സ്കോർ ബേസിലാണ്. എന്തുകൊണ്ടും 680+ ആണ് നല്ലത്. ആൻഡ് ഒരു കാര്യം കൂടി പറയട്ടെ, അവരൊരു ഏർലി ബേർഡ് ഓഫർ ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് ജെന്യുവൻ പ്രൈസിൽ അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ കാണുന്ന Dr. 27 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കിത് നല്ലൊരു ലോവസ്റ്റ് പ്രൈസിൽ കിട്ടും. ഞാൻ എൻ്റെ നീറ്റ് പഠനകാലത്ത് ഒരു ഡെയിലി റൊട്ടീൻ എങ്ങനെയായിരുന്നു എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞുതരാം. തലേ ദിവസം തന്നെ പിറ്റേന്നേക്കുള്ള ടു ഡു ലിസ്റ്റ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, എന്തൊക്കെയാണെന്നത് പ്ലാൻ ചെയ്ത് വെക്കും. ഓക്കെ, അതെന്തായാലും ചെയ്യും. ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഒരു ഡേ എങ്ങനെ നമ്മൾ തുടങ്ങും. സോ ഞാൻ തലേന്ന് തന്നെ അത് ചെയ്തു വെക്കും. പിന്നെ രാവിലെ ഒരു 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീച്ചിട്ട് ഒരു 10 മണി വരെയുള്ള ഒരു സമയം, 10 മണി രാത്രി വരെയുള്ള ഒരു സമയം. സോ 4 മണിക്ക് എണീച്ച് എനിക്ക് 8 മണിക്കായിരുന്നു രാവിലെ ക്ലാസ് ഉണ്ടാവുക എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. സോ 4 to 7 എന്നുള്ളൊരു സമയം 3 hours എനിക്ക് പഠിക്കാൻ കിട്ടും. ആ ഒരു സമയത്ത് എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം തന്നെ നോക്കി വെക്കേണ്ടത്. പിന്നെ ഒരു 8 hour നമുക്ക് ക്ലാസ് വെക്കുമല്ലോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കും. ഉറക്കമൊക്കെ വരും, പക്ഷെ ഉറങ്ങാണ്ട് നമ്മൾ ഇരുന്ന് നോക്കണം. കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാലല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലോണം ഇരുന്ന് ക്ലാസ് ഒക്കെ കേൾക്കുമായിരുന്നു. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്യും പോയിന്റും കാര്യങ്ങളൊക്കെ. ആഫ്റ്റർ ദ ക്ലാസ് ഒരു 30 minutes, മാക്സിമം ഒരു മണിക്കൂർ 45 minutes എന്തായാലും ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. ചെറുതായിട്ടൊന്ന് ഉറക്കം പോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി നേരം ഉറങ്ങുമായിരുന്നു. ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമായിരുന്നു. ചെറിയ രീതിയിൽ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി, ചെറിയൊരു രീതിയിലുള്ള തോതിലുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്നു. കാരണം ഇതൊന്നും ഇല്ലാണ്ടുള്ള ആദ്യത്തെ 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഫുൾ പഠിത്തം മാത്രമായി, ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ടായി. മുൻപ് ഇങ്ങനെ ഓട്ടം ചാട്ടം ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയപ്പോൾ എനിക്ക് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി. എനിക്ക് കുറേ അധികം ക്ലാസ്സുകൾ കുറച്ചൊക്കെ ഒന്ന് മിസ്സായി പോയി. സോ അതിനുശേഷം എനിക്ക് മനസ്സിലായി, അതായത് നമുക്ക് സ്റ്റഡി മാത്രം പോരാ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ ഓക്കെ ആവേണ്ട ഒരു പീരീഡാണ് 1 year. നമുക്ക് അത്രയും സ്ട്രെസ് ഉണ്ടാക്കി കുറേയൊക്കെ നമുക്കത് കുറയ്ക്കാൻ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ ഫ്രണ്ട്സും ചുറ്റുപാടുകളൊക്കെ നമ്മളെ സഹായിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനല്ല നമ്മൾ ഈ ഒരു വർഷത്തിന് പോണത്. നമുക്കൊരു ഡ്രീം ഉണ്ട്, ആ ഡ്രീം അച്ചീവ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ബാഡാന്നല്ല പറയണത്. കാരണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ റൂംമേറ്റ്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ മാർക്കൊക്കെ കുറയുമ്പോൾ അവൾ എത്രയാ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ലെന്നറിയാം. സോ അങ്ങനെ ഓരോ ആഴ്ചയിലും നമുക്ക് ഓരോ എക്സാംസ് ഒക്കെ വരില്ലേ, അപ്പം അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യായിരുന്നു. ഒന്നുപോലും ഞാൻ മിസ്സാക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ലീവായ സമയത്തുള്ളതേ പോയിട്ടോ. അല്ലാതൊക്കെ ഞാൻ പഠിച്ചില്ലെങ്കിൽ കൂടി ഞാൻ എഴുതുമായിരുന്നു, പഠിച്ച് തീർന്നില്ലെങ്കിൽ കൂടി ഞാൻ എഴുതുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ മാർക്ക് കുറഞ്ഞോട്ടെ, മാർക്ക് കുറയുന്നത് സർവ്വസാധാരണ അല്ലേ, അത് വെച്ച് നമ്മൾ അത് ആലോചിച്ചിരിക്കരുത്, അത് മൈൻഡേ ചെയ്യരുത്. നമ്മൾ മാർക്ക് കുറയുന്നത് ആലോചിക്കുക ചെയ്യരുത്, അത് വെച്ച് പഠിക്കാതിരിക്കുകയും ചെയ്യരുത്. നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. എപ്പോഴേലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫും കൂടെ കയറും. ഓക്കെ, ഇനി ലാസ്റ്റ് 3 months കാര്യം പറയാം. ലാസ്റ്റ് 3 months ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സമയം. കാരണം എന്താ, ഈ ഒരു സമയത്താണ് നമ്മളെ റാങ്ക് ഡിറ്റർമൈനിങ് പീരീഡ് എന്ന് ഞാൻ പറയും. കാരണം അപ്പോഴേക്കിനും ഇങ്ങനെ ഓടിക്കരച്ച്, അതായത് നമ്മൾ പഠിച്ച് റെഡിയായി വരുമ്പോൾ പെട്ടെന്നൊരു റെസ്റ്റ് എടുക്കാനുള്ളൊരു ടെൻഡൻസി വരും. ഓക്കെ, ഇനി 3 മാസത്തിൻ്റെ റിവിഷൻ ആണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് കുട്ടികളൊക്കെ ഉഴപ്പാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉഴപ്പിൻ്റെ പക്ക. അതുവരെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഗ്രാഫ് എന്നുകൊണ്ട് താഴോട്ട് വീഴാനുള്ളൊരു സമയമാണത്. അതായത് ഈ ഒരു 1 year ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഡ്രീംസ് ഹാവ് വിങ്സ് എന്നല്ലേ പറയാ അല്ലേ. വിങ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം പറക്കാൻ പറ്റുമോ? നമ്മൾ ഇംഗ്ലീഷിൽ സീഗളിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചത് ഓർക്കുണ്ടോ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആ സീഗളിൽ ആ കുഞ്ഞി പക്ഷിക്ക് പറക്കാൻ പേടിയാണ്, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, പേടിയാണ് അവിടെ ഉള്ളത്. പക്ഷെ ആ കഥയുടെ അവസാനം ആ കുഞ്ഞിപ്പക്ഷി പറക്കുന്നുണ്ട് ഇല്ലേ. പറക്കാൻ പേടിയാണെങ്കിൽ കൂടി അവൻ ചിറകുകൾ വിടർത്തി കഴിഞ്ഞപ്പോൾ അവന് പറക്കാൻ പറ്റി. അതുപോലെയാണ്, എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്. എപ്പോഴാണ് നമുക്ക് സക്സസ് വരുന്നത്, നമ്മളെ പേടീനെ ഒഴിവാക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എപ്പോഴും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ തന്നെയാണ്. ഈ ഒരു 1 year അത്രയ്ക്കും നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കിട്ടാനുള്ളതേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ 2027 നീറ്റൊക്കെ ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഏതാ വേണ്ടേ, എയിംസോ ജിപ്മറോ കോഴിക്കോട് മെഡിക്കൽ കോളേജോ, അവിടെയൊക്കെ സ്റ്റെതസ്കോപ്പും വൈറ്റ് കോട്ടും ഒക്കെ ഇട്ട്
ഇങ്ങനെ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്നത് അടുത്ത വർഷം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നടത്തി കിട്ടുമ്പോഴുള്ളൊരു സുഖം എന്ന് പറയുന്നത് ഭയങ്കരല്ലേ, അല്ലേ? സോ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക, എല്ലാവർക്കും കഴിയും. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.